നമ്മുടെ ചായക്കടയിലൊക്കെ ഉണ്ടല്ലോ ചില്ലുകൂട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന നാടൻ പലഹാരങ്ങളുണ്ടല്ലോ. കാണാൻ തന്നെ എന്നാ ഭംഗിയാ, കഴിക്കാൻ അതിലേറെ ടേസ്റ്റും. വെറും 10 മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരത്തിന്റെ റെസിപ്പി ഒന്ന് ചെയ്തു നോക്കിയാലോ. ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയിലേക്ക് അരക്കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ചെറുചൂടുള്ള ശർക്കരപ്പാനി, അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, 1 സ്പൂൺ നിറയെ കറുത്ത എള്ള്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അതും നെയ്യിൽ മൂപ്പിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. എണ്ണയ്ക്ക് ഒരുപാടങ്ങ് ചൂട് കൂടി പോകാൻ പാടില്ല. ഓരോ തവ അളവിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് നല്ലതുപോലെ കുക്കായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ നെയ്യപ്പം റെഡി.